KPCCയുടെ താൽപ്പര്യം രാഹുൽ ഒഴിഞ്ഞാൽ വയനാട്ടിൽ പ്രിയങ്ക എത്തണമെന്നാണ്. റായ്ബറേലി, വയനാട് എന്നീ 2 മണ്ഡലങ്ങളിലും 3 ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിന് വിജയിച്ചതുകൊണ്ട് റായ്ബറേലി നിലനിർത്തി വയനാട് വിടാൻ തീരുമാനിച്ച രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയാണ് ചെയ്തത്. മണ്ഡലം 3 ദിവസത്തിനകം ഒഴിഞ്ഞേക്കും. ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിങ്ങൾ പറയുന്ന സ്ഥാനാർത്ഥിയെ വയനാട്ടുകാർ തോളിലേറ്റണോ? ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ നിങ്ങൾ വയനാട്ടിൽ വരുമ്പോൾ വീട്ടമ്മമാർ ചൂലെടുക്കാതിരുന്നാൽ നന്ന്. അത്രയ്ക്ക് രോഷമുണ്ട് അവിടുത്തെ വോട്ടർമാർക്ക് നിങ്ങളോട്. നിങ്ങൾ അധികം താമസിയാതെ വയനാട്ടിലെത്തി നിങ്ങൾക്ക് വോട്ട് ചെയ്തവർക്ക് നന്ദി പറയുമെന്നാണ് പ്രാദേശിക കോൺഗ്രസ്സുകാർ പറയുന്നത്. നിങ്ങളുടെ നന്ദി ആർക്ക് വേണം അവിടെ? നിങ്ങൾ ഉത്തരേന്ത്യയിൽ തോറ്റ് തൊപ്പിയിട്ടപ്പോൾ വയനാട്ടുകാരെ വേണമായിരുന്നു. ഇപ്പോൾ വീണ്ടും റായ്ബറേലിയിൽ തോറ്റിരുന്നുവെങ്കിൽ വയനാട്ടുകാരെ വേണമായിരുന്നു. റായ്ബറേലിയിൽ ജയിച്ചതുകൊണ്ടല്ലേ വയനാട്ടുകാരെ വേണ്ടാത്തത്? ഇനിയും ഉത്തരേന്ത്യയിൽ തോൽക്കുമ്പോൾ വയനാട്ടിൽ ഇങ്ങ് വരണം. അന്നും ഈ വോട്ടർമാരിൽ കുറേ പേരെങ്കിലും ഉണ്ടാകും. അന്ന് അവർ തീരുമാനിച്ചോളും നിങ്ങൾ ലോക്സഭയിൽ പോകണോ പോകണ്ടായോ എന്ന്. വയനാട്ടിൽ നിങ്ങൾ ജയിക്കുന്നത് കോൺഗ്രസിൻ്റെ മാത്രം വോട്ടുകൾ കൊണ്ടല്ല, ലീഗിൻ്റെ ഉൾപ്പെടെ ഐക്യജനാധിപത്യ മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളുടെയും വോട്ടുകൾ കൊണ്ടാണ്. വയനാട്ടിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് വോട്ടുകൾ കൂടുതലുണ്ടെന്ന അഹങ്കാരം നിങ്ങൾക്ക് മാത്രമല്ല കോൺഗ്രസ്സുകാർക്കുമുണ്ട്. ഈ അഹങ്കാരം തീരാൻ അധികം സമയമൊന്നും വേണ്ട. ഏതായാലും ഇനി അടുത്ത സമയത്തൊന്നും നിങ്ങൾ വയനാട്ടിലേക്ക് വരരുത്. അതാണ് എന്തുകൊണ്ടും നല്ലത്. രാഹുൽ ഗാന്ധി ഒഴിയാൻ തീരുമാനിച്ചതോടെ പുതിയ സ്ഥാനാർത്ഥിയാരെന്ന ചർച്ചകൾ ഔദ്യോഗികമായി തുടങ്ങിയിട്ടില്ലെങ്കിലും പല പേരുകളും സജീവമാണ്. രാഹുലിന് പകരം പ്രിയങ്ക ഗാന്ധി തന്നെ മത്സരിക്കണമെന്നാണ് ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ആഗ്രഹം. ഇക്കാര്യം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുമുണ്ട്. പക്ഷേ അതിനോടത്ര താല്പര്യം ഹൈക്കമാൻഡിന് ഇല്ലെന്നാണ് ലഭിക്കുന്ന വിവരം. പ്രിയങ്കയുടെ സാന്നിധ്യം സംസ്ഥാനത്ത് കോൺഗ്രസിന് ഏറെ ഗുണം ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. മുരളീധരൻ മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. ഈ പശ്ചാത്തലത്തിൽ സീറ്റ് മോഹിക്കുന്നവർ പലരാണ്. UDF കൺവീനർ MM ഹസനാണ് ഇവരിൽ മുമ്പൻ. മുതിർന്ന നേതാവെന്ന പരിഗണന ഹസന് ലഭിക്കും. മുസ്ലിം സ്ഥാനാർത്ഥിക്ക് വിജയസാധ്യതയുള്ള വയനാട്ടിൽ കോൺഗ്രസ് മുസ്ലിം സ്ഥാനാർത്ഥിയെ തന്നെ മത്സരിപ്പിക്കണമെന്ന അഭിപ്രായം മുസ്ലിം സംഘടനകൾക്കുണ്ട്. സംസ്ഥാനത്ത് പൊതുവെയും മലബാറിൽ പ്രത്യേകിച്ചും മുസ്ലിം വോട്ടർമാർ നൽകിയ പിന്തുണ പരിഗണിച്ചാവണം വയനാട്ടിലെ സ്ഥാനാർത്ഥി നിർണയമെന്നാണ് മുസ്ലിം സംഘടനകൾ ആവശ്യപ്പെടുന്നത്. MM ഹസനെ കൂടാതെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ പേരും ചർച്ചകളിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. മത്സരിക്കാൻ പ്രിയങ്കയോട് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടെങ്കിലും തയ്യാറല്ലെന്നാണ് അവരറിയിച്ചത്. റായ്ബറേലിയും അമേഠിയും ഗാന്ധി കുടുംബത്തോട് കൂറു പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കേരളത്തിൽ വരുന്നതിനേക്കാൾ ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് പ്രിയങ്കയ്ക്കും താൽപ്പര്യം. അതുപോലെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതൃസ്ഥാനം രാഹുൽ ഏറ്റെടുക്കും. ശക്തവും ജാഗ്രതയുള്ളതുമായ പ്രതിപക്ഷത്തെ നയിക്കാൻ രാഹുൽ ഗാന്ധി നേതൃപദവി ഏറ്റെടുക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വം പ്രമേയം പാസാക്കി. ക്യാബിനറ്റ് റാങ്കുള്ള പ്രതിപക്ഷ നേതൃപദവി ലഭിക്കുന്നതോടെ രാഹുലിന് ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായക റോൾ ലഭിക്കുമെന്നാണ് സമിതിയുടെ അഭിപ്രായം. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.